ഷൂട്ടിങ് കഴിഞ്ഞ് നമ്മൾ വർക്കല ഗസ്റ്റ് ഹൗസിലോട്ട് വരുമ്പോൾ ഞങ്ങളുടെ നേരത്തെ തീർന്നു, അത് വേറെ ഉച്ചയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 10 മണിക്ക് അവിടെ വരുമ്പോൾ കാണുന്നത് ആ പ്രൊഡക്ഷനിലുള്ള ഒരാൾ താഴത്തുള്ള ഏതോ ഒരു പെൺകുട്ടിയുടെ കൈ കയറി പിടിക്കുക. അത് ആദിവാസിയോ ഊമയൊക്കെ ആയിരുന്നു ആ കുട്ടിയൊക്കെ കൈ പിടിച്ചിട്ട് ആ തുറയിലുള്ളവർ വന്നിട്ട് ഒരു 6-7 സൈസുള്ള ആൾക്കാർ വന്നിട്ട് അയാളെ ഇട്ട് അടിക്കും. എനിക്കറിയാം മൺമട്ടിയുടെ ഒക്കെ കൈയിട്ട് അയാളെ അടിക്കുന്നത്. ഞാൻ ചത്തുപോയില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാൻ പോലീസിനെ ഫോൺ ചെയ്യാൻ പോകുന്നു, ലാല അവർ പറഞ്ഞ് ചെയ്യരുത്, നമുക്ക് പോലീസുമായിട്ട് ഇങ്ങനെ ഒരാളെ തല്ലിക്കൊരുന്നു. അപ്പം അതിൽ വരുന്നത് നീ ആരാ ചോദിക്കാൻ ചോദിച്ചു. പിന്നെ അവിടുത്തെ കളർ മാറി. ആ 6 തടിയന്മാരെ മോഹൻലാൽ ഗുസ്തി മുറയിൽ എടുത്ത് മറിച്ചിട്ടു. അവർക്കറിയാം ഇത് പഴയ യൂണിവേഴ്സിറ്റി റെസ്ലിംഗ് ചാമ്പ്യൻ ആയിരുന്നു ഉള്ളവരൊക്കെ. എന്ത് വിൻറ്റേജ്, എവിടുത്തെ വിൻറ്റേജ്? അങ്ങനെ സംഭവം ഇല്ല, അതിന് നടക്കൂല മക്കളെ. ഇത് ഇദ്ദേഹത്തെ അടുത്തൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ? നോട്ടം നിന്റെ പായും വേലുളകിടും നടുക്കു നെഞ്ചു നിർത്താതാരവം മുഴക്ക് ബാൻഡ് ബാജാബാരാത്ത് നാട്യം കൊണ്ടുമായ ജാലം കാട്ടും വിശ്വസാമ്രാട്ട് നൂറ്റഞ്ച് ചെന്ന നാട്ടിൽ പള്ളി വേട്ടയാട്ട് ചീട്ടുകീറും സംഖ്യ രണ്ടു ചിരട്ടയഞ്ച് മറിയും ചുടലെടുത്തു വെക്കും ചൊട്ട എന്നെ സമയം രാവിലെ 9 മണി. സിനിമാ പ്രേമികൾ ഒന്നാകെ ബുക്ക് മൈ ഷോയിൽ. എല്ലാവരുടെയും സെർച്ചിങ് ഒന്ന് തന്നെ, എമ്പുരാൻ. ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കകം തിയേറ്ററുകൾ നിറഞ്ഞു. ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ലൂസിഫർ പോലെ ഒരു വാവ് ഫാക്ടർ ഒന്നും ഇല്ല പടത്തിൽ. കമ്പയർ ടു ഫസ്റ്റ് പാർട്ട് കുറച്ച് ഡൗൺ ആണ്, കാരണം അതിൽ കിട്ടിയ ഒരു ഹൈ ഉണ്ടല്ലോ. സോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനൊരു മെഗാ ലാലേട്ടൻ താരം കൊതിക്കുകയാണ്. ഒരു ദിവസം ഒരു പെർഫോമൻസും ഒരു സിനിമയും കണ്ടിട്ട് എന്റെ പൊന്ന് ബ്രോ ലാലേട്ടൻ പൊളിച്ചടിക്കി എന്ന് പറയാൻ കൊതിയാവേ. സത്യം പറയാൻ കൊതിയാവേ. പുള്ളിക്ക് കൊടുക്കണമെങ്കിൽ എന്റെ പിള്ളേരും ലാലേട്ടൻ ഈസ് ബാക്ക് എന്ന് വളരെ സന്തോഷവാനായി എനിക്ക് പറയാൻ പറ്റും. പഠിച്ചിട്ടില്ല, പിന്നെ ഗരാറ്റെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗളരിപ്പൈറ്റ്, അത് കുറെ കാലം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല. ഉറപ്പിക്കട്ടെ. There's only one Mohanlal that happens once in 100 years, I think. അദ്ദേഹം ഒരു അവതാരം.